സ്വാമി ശരണം. കലൂർ പാവക്കുളം മഹാദേവ ക്ഷേത്രത്തിൽ അയ്യപ്പ മഹാസത്രത്തിന് തിരിതെളിഞ്ഞു. ക്ഷേത്രം മേൽശാന്തി ഏഴിക്കോട് കൃഷ്ണദാസ് നമ്പൂതിരി താൽക്കാലികമായി സത്രവേദിയിൽ പ്രതിഷ്ഠ നടത്തി. റിട്ടയർഡ് ജസ്റ്റിസ് PN രവീന്ദ്രൻ അയ്യപ്പ മഹാസത്രം ഉദ്ഘാടനം ചെയ്തു. ശബരിമലയുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അവിടുത്തെ ചരിത്രങ്ങളും ഇതിഹാസങ്ങളും ആരാധന രീതികളും നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയിട്ട് ജീവിതത്തിൽ പകർത്താത്തത് കൊണ്ട് മാത്രമാണ് അത് മറ്റുള്ളവർ കയറി നശിപ്പിക്കാനിട വരുന്നത്. അപ്പോൾ അത് ഏത് വിധത്തിലാണ് സംരക്ഷിക്കേണ്ടത്, അത് എങ്ങനെയാണ് സംരക്ഷിക്കേണ്ടത് എന്നൊക്കെ നമ്മൾ കൃത്യമായി ചിന്തിച്ചിട്ട്, ഇത്രയും കാലം നമ്മൾ എങ്ങനെയോ കഴിഞ്ഞുപോയി, അതിനെക്കുറിച്ച് ഇനി ചിന്തിച്ചിട്ട് ദുഃഖിച്ചിട്ടൊന്നും കാര്യമില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് കൃത്യമായി പ്രവർത്തിക്കേണ്ടതൊരു സമയമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഞാൻ പറഞ്ഞത് ഇവിടെ ഒരു നിമിത്തം കാണിച്ചു തരികയുള്ളത്. ഇത് ഇവിടെ മാത്രമല്ല കേട്ടോ, എല്ലാ കാര്യത്തിലും നമ്മുടെ ആചാരങ്ങളും നമ്മുടെ അനുഷ്ഠാനങ്ങളും നമ്മുടെ ദേവീദേവന്മാരെ കുറിച്ചും നമ്മുടെ പുണ്യഗ്രന്ഥങ്ങളെ കുറിച്ചും നമ്മൾ അറിയാത്ത ആൾക്കാരാവുമ്പോൾ മറ്റു പലരും നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നമ്മളെ നാശത്തിലേക്ക് നയിക്കുകയാണ് ചെയ്യുന്നത്. എപ്പോഴാണോ ശരീരം സ്വസ്ഥമായിരിക്കുന്നത്, ശരീരം എന്ന് പറഞ്ഞാൽ ഈ ഒരു ശരീരം മാത്രമല്ല, നമുക്ക് 3 ശരീരമുണ്ടെന്നാ പറയാം. സൂക്ഷ്മ ശരീരം, സ്ഥൂല ശരീരം, കാരണ ശരീരം. ഈ എല്ലാ ശരീരവും കൂടി ചേർന്നിട്ടാണ് പറയുന്നത്. ഈ ശരീരമെല്ലാം സ്വസ്ഥമായിരിക്കുന്ന കാലം യാവത് ജരാദൂരം, ജരയും നരയും എപ്പോഴാണോ നമ്മളിൽ നിന്ന് അകന്നിരിക്കുന്നത്, എപ്പോഴാണ്? യുവത്വത്തിന്റെ കാലം അല്ലേ? യാവത് ക്ഷയോനായുഷ, എപ്പോഴാണോ ആയുസ് ശക്തമായിട്ടിരിക്കുന്നത്, അതായത് രോഗമൊന്നും നമ്മെ ബാധിക്കാതിരിക്കുന്നു, ആ സമയത്ത് വേണം നമ്മളെ എന്ത് വേണം? ആത്മശ്രേയസ്സിന് വേണ്ടി പരിശ്രമിക്കേണ്ടത്. അതുകൊണ്ട് നാം നമ്മുടെ കുഞ്ഞുങ്ങളെ എപ്പോഴും ഓർമ്മിപ്പിക്കണം. MG വിനോദാണ് യജ്ഞാചാര്യൻ. സഹയജ്ഞാചാര്യൻ മോഹനൻ നോച്ചാട്. ക്ഷേത്രം പ്രസിഡന്റ് CA പങ്കജാക്ഷൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രഭാരി V ശ്രീകുമാർ, വർക്കിംഗ് പ്രസിഡന്റ് KP മാധവൻകുട്ടി, വിശ്വഹിന്ദു പരിഷത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീകുമാർ A പിള്ള, വിശ്വഹിന്ദു പരിഷത്ത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രസന്ന ബാഹുലേയൻ, ശബരിമല ഗുരുവായൂർ മുൻ മേൽശാന്തി ശശി നമ്പൂതിരി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കാളികളായി. അതിനുശേഷം തേവര ശ്രീമുരുക തിരുവാതിര സംഘത്തിന്റെ തിരുവാതിര കളിയും ചടങ്ങിൽ അരങ്ങേറി.